കമ്പനിയിൽ ട്രെയിനുകൾ ഉപയോഗിച്ച് മാനേജർമാർ പന്തയം നടത്തും. തോൽക്കുന്ന ട്രെയിനുകളെ ക്രൂര പീഡനത്തിന് ഇരയാക്കും. ഇതൊക്കെയാണ് ആ സ്ഥാപനത്തിൽ നടക്കുന്നത്. സഹിക്കാനാകാത്ത പീഡനം ഉണ്ടായിട്ടുണ്ടെന്ന് കോഴിക്കോട് സ്വദേശിയായ യുവാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ കമ്പനിയിൽ എത്തിയത് മുതലേ ഈ ഒരു എന്താ ഒരു സിസ്റ്റമാണ് ഈ കമ്പനിക്കുള്ളത്. അതായത് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സർക്കിള്, കുറച്ച് ഗ്ലാസ്, അതുപോലെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ മീശ പഠിപ്പിക്കുക. അതേപോലെ തന്നെ ഒരുപാട് 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 ഇത് നമുക്ക് അനുഭവിച്ചെങ്കിൽ തന്നെ പറയാം. മെയിൽ മുഖേനയാണ് മാനേജേഴ്സ് എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. പൈസക്ക് വരെ ഏകദേശം 1000-2000 രൂപക്ക് ഇങ്ങനെ മുട്ടിപ്പിച്ചിട്ട് നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പൈസക്ക് വരെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അടിക്ക് തന്നെ ചെയ്യുള്ളൂ. അടി എന്ന് പറഞ്ഞാൽ മയില്ലാത്ത അടി. ഞാനല്ലോ ഒരു അമൽ എന്ന് പറഞ്ഞ ഒരുത്തനെ അടിക്കുന്നത് കണ്ടിട്ട് സത്യം പറഞ്ഞാലില്ലേ കണ്ണെന്ന് വെള്ളം വന്നത്. കണ്ണെന്ന് വെച്ചാൽ കണ്ണെന്ന് വെള്ളം വന്നത്. അങ്ങനെ ഞാൻ ഈ കമ്പനി വിവരങ്ങളുമായി ഷീന മാർട്ടിനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷീന, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഷീന ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്തയിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തയ്യാറാകുന്നുണ്ട്. വരുന്ന സമയങ്ങളിലും കൂടുതൽ ആളുകൾ നമ്മളോട് തത്സമയം തന്നെ സംസാരിക്കുകയും ചെയ്യും. ഈ മനുഷ്യരെ ഉപയോഗിച്ച് പന്തയം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ മനുഷ്യരാണോ ഷീന? ബിനിൽ, അത് തന്നെയാണ് നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ വലിയ ക്രൂരതയുണ്ട്. അതായത് ആ ദൃശ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയ മനുഷ്യരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പക്ഷേ ഇവരുടെയൊക്കെ പ്രശ്നം എന്നതാ, ഇവർ കയറുമ്പോൾ തന്നെ, ഇവർ ഈ ജോലിയിൽ കയറുമ്പോൾ തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ വാങ്ങി വെക്കുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചിറങ്ങുക എന്നത് സ്വപ്നം മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. തിരിച്ചിറങ്ങുകയാണെങ്കിൽ തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ റീബൂട്ട് ചെയ്ത് പുതിയതുപോലെ ആക്കിയാണ് ഇവരുടെ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസമാണ് ഇവരിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും കിട്ടിയിട്ടുള്ള 2-3 ദൃശ്യങ്ങൾ മാത്രമാണ് ഓക്കെ ഷീന, തുടരുക. കൂടുതൽ ആളുകൾ പരസ്യമായി പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചു വരികയാണ്.